ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചിരുന്നു കറക്റ്റ് വീഡിയോ ചെയ്ത് പോകണമെന്നായിരുന്നു, പക്ഷേ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ എന്നിട്ട് വന്നിട്ട് പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗായ്സ്, നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടാണ് വന്നിട്ടുണ്ടാകുക. അപ്പോൾ നമുക്ക് ആ ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് കറക്റ്റ് നോക്കാം. ഞാൻ ആ വീഡിയോ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ സന്തോഷം. അത്രയും പേര് നമ്മൾ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ശരിക്കും ഹാപ്പിയാണ് തോന്നിയത്. പക്ഷേ അതിൽ കൂടുതൽ പേരും വിളിച്ചിട്ട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് വന്നതിൻ്റെ വല്ല റിയാക്ഷൻ ആണോ എന്നായിരുന്നു. ആക്ച്വലി അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഞാൻ ആ വീഡിയോയുടെ എവിടെയും ഞാൻ അതിൻ്റെ ഒരു തരത്തിലുള്ള ക്ലാരിഫിക്കേഷനും കൊടുത്തിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ എന്താ ആക്ച്വലി ഉണ്ടായതെന്ന് വെച്ചാൽ, കിച്ചണിൽ ഞാൻ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഷർ റിലീസ് ചെയ്ത കുക്കറായിരുന്നു. സ്പൂണ് വെച്ച് ഞാൻ ആദ്യം പ്രഷറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരക്ക് കൂടുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ വെയിറ്റ് എടുത്തിട്ട് ഞാൻ താഴേക്ക് ഇറക്കി വെച്ചു. പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാനത് വന്ന് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫുൾ എയറും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിൽ പ്രഷർ ഫുൾ പോയി കാണും എന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഞാനൊന്ന് തുറക്കാൻ ശ്രമിച്ചപ്പോൾ അല്പം ടൈറ്റ് ഉണ്ടായിരുന്നു, സത്യമാണ്. ഞാൻ പക്ഷേ കുറച്ച് ബലം പ്രയോഗിച്ചു. തുറന്നത് മാത്രം ബലം പ്രയോഗിച്ച അറ്റ് ദ മൊമെൻറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ കുറച്ച് സമയത്തേക്ക് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. അതിലുണ്ടായിരുന്ന കറി മൊത്തം എൻ്റെ മുഖത്തേക്ക് കണ്ട് അടിച്ചുകൊണ്ട് കയറുക ചെയ്തത്. ഭയങ്കര, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്താണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് സമയത്തേക്ക് എനിക്ക് ഒന്നിനെ പറ്റിയിട്ടും ആലോചിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഒരു 2-3 ദിവസം വരെ വളരെയധികം സ്ട്രഗിൾ ചെയ്ത ഒരാഴ്ച തന്നെയായിരുന്നു. ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എന്തിനാണ് അത് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നതെന്ന് പലരും ചിന്തിച്ചേക്കാം. പക്ഷെ എൻ്റേതൊരു ഒറ്റപ്പെട്ട സംഭവം. അപ്പോൾ ഗായ്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇന്നത്തെ അവസ്ഥ ഒന്നും ആർക്കും വരാതെക്കട്ടെ. എല്ലാ പണിയെടുക്കുമ്പോഴും സൂക്ഷിക്കുക. നമ്മൾ ബാക്കിയുള്ളവർക്ക് പറ്റി നമ്മൾ മൊബൈലിലൂടെ കാണുമ്പോൾ നമുക്കൊരു വാർത്ത മാത്രമാണ്, നമുക്കിത് വാർത്തയായിട്ട് തോന്നുള്ളൂ. പക്ഷെ നമുക്ക് പറ്റുമ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ചെറിയ അശ്രദ്ധ മതി ഏത് അപകടത്തിനും കാരണമാവാൻ. ഇപ്പം നമ്മളിപ്പോൾ ആ ചേച്ചിക്ക് എന്താ പറ്റുന്നുണ്ടില്ല. ആ ചേച്ചി സ്കിൻ കെയറോ അങ്ങനത്തെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടൊന്നും പറ്റിയതല്ല, ചേച്ചിക്ക് പറ്റിയതല്ല. സംഭവത്തിൽ ചേച്ചി പ്രഷർ കുക്കറിൽ സാധനം വേറെ എന്തോ വെച്ചുകാണ്ട് സ്റ്റവ് ഓഫാക്കിയാണ്ട് പിന്നെ ആ സാധനം അതിൽ എടുത്ത് വെച്ച് പ്രഷർ റിലീസാക്കി. പിന്നെ ആ ചേച്ചി അത് തുറന്ന് നോക്കിയപ്പോൾ ചെറിയൊരു പ്രഷറുണ്ട്. കുറച്ച് ബലം ഉപയോഗിച്ചപ്പോൾ തുറന്നു. കറി മൊത്തം മേത്തേക്കാണ്, മുഖത്തേക്കാണ് ചിന്തി. നമുക്ക് തന്നെ അറിയാം, ഒരു കൈ കൊണ്ടേക്കാണ്ട് തിരിഞ്ഞു വെച്ചാലുള്ള ചൂട് നമുക്കറിയാം. അപ്പോൾ ആ കറി മൊത്തം മേത്തേക്ക് മുഖത്തേക്ക് ചിന്തിയാനുള്ള ഒരു അവസ്ഥ ആലോചിക്കണം. അത്രയും പെയിനായി കാരണം. അപ്പം നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ആരും ഉപയോഗിക്കാണ്ടും അങ്ങനെയൊന്നും ചെയ്യരുത്. അതായത് എല്ലാം ശ്രദ്ധിച്ചും കണ്ടും ചെയ്യുക. ഒരു നിമിഷം മതി എല്ലാം ഇല്ലാതാവാൻ വേണ്ടിയിട്ട്. കാറിൻ്റെ വണ്ടിക്ക് ഓടി വന്നുകാണ്ട് ആരാത്തർക്കും വേണ്ടിയാണ് പറയണത്. കാറൊക്കെ ഓടി വന്നുകാണ്ട് ഒരിക്കലും എന്ത് ചെയ്തത്, അതിൻ്റെ റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കാൻ നിൽക്കരുത്. റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് തുറക്കരുത്. തുറന്നാൽ ഇതിലും വലുതാണ് സംഭവിക്കുക. കാരണം അതിലത്തെ വെള്ളമൊക്കെ എന്ന് പറയുന്നത് 80 ഡിഗ്രി to 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ചൂടുള്ള വെള്ളമൊക്കെയാണ്. അതൊക്കെ മുഖത്ത് ചിന്തിയാൽ പിന്നെ എന്തിനും പറ്റില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെന്ത് ചെയ്യുക, ശ്രദ്ധിച്ചു കൊണ്ട് ചെയ്യുക. പിന്നെ അതേമാതിരി ബൈക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 50 കിലോമീറ്ററോ അല്ലെങ്കിൽ ഓടി വന്നതിന് ശേഷം ഓയിൽ മാറ്റുന്നത് എന്ത് ചെയ്യുക, നിർത്തുക. അത് നമുക്കും കേടാണ്, വണ്ടിക്കും കേടാണ്. എന്താ വെച്ചാൽ ഓയിൽ മാറ്റുമ്പോൾ ചൂടായ ഓല മേത്ത് തട്ടും പൊള്ളും. ഇപ്പോൾ അടിയിൽ ഓയിൽ ബോൾട്ട് അയച്ചാൻ വേണ്ടി
മുമ്പിട്ട് തലയിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ കണ്ണുമ്മക്ക് കയറി പോകുക. അപ്പോൾ അതിലേറെ വലിയ ഡേഞ്ചറാണത്. പിന്നെ അലുമിനിയം ആയതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ത്രെഡ് പോവും. പിന്നെ വേറെ പൈസ അതിന് മുടക്കേണ്ടി വരും. എന്താ ചെയ്യുക, ക്ഷമമാണ് ഏത് കാര്യത്തിനാണെങ്കിലും. ക്ഷമ ഉണ്ടോ ഓനെല്ലാം കിട്ടും.